ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയല്ല. ഒരു സൂപ്പർ നാടൻ ചിക്കൻ കറി. അതിനായിട്ട് ഞാനൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിഞ്ഞത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാറ്റ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 2 വലിയ സവാള കൊത്തിയരിഞ്ഞത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ഒരു 2 തണ്ട് വേപ്പില, മല്ലിയില, തക്കാളി. അതുകൂടാണ്ട് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ നന്നായിട്ട് ചെറിയ ജീരകട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചതാണ്. അത് നമുക്ക് 1 കപ്പ് വേണം. അതുകൂടാണ്ട് ഇതിലേക്കുള്ള പൊടിപടലങ്ങൾ: മാഗി ക്യൂബ് 2 അതുപോലെ ഏലക്കായ, കരയാമ്പൂവ്, കറുകപ്പട്ട, ജീരകം, തക്കോലം, അങ്ങനെയുള്ള ഐറ്റംസുകൾ, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അത് കൂടാണ്ട് വൈറ്റ് പെപ്പറിൻ്റെ പൗഡർ, പിന്നെ ചിക്കൻ മസാല, അതേപോലെ ഗരം മസാല. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ മസാലകൾ അത് ആഡ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പിന്തുണന് നമുക്ക് ആവശ്യം. അതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്യുക. സവാള ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടും. കല്ലുപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ഇനി അത് ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല അത് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ അത് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ നമുക്ക് ചിക്കൻ വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കറിക്കൊരുത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഡബിളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം ഒരു 2 കപ്പ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുവിധമൊക്കെ ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് 1-2 മസാലകളൊക്കെ ചേർത്താനുണ്ട് ഇനിയിൽ. അപ്പം അതിനായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്താ അതിൻ്റെ കളർ തന്നെ അടിപൊളിയല്ലേ. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചിക്കൻ മസാല ചേർക്കാനുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം തേങ്ങ അരച്ച് ചേർക്കണം. ഇത് നല്ല
പൊറോട്ട, ചൂട് പൊറോട്ടയിലും ചപ്പാത്തിക്ക് അടിപൊളിയാണ് കേട്ടോ. അത് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ തേങ്ങ അരച്ച ആ പാല് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ കറിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കറി ഒരു വിധം ഒക്കെ ആയിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ആരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒരു നല്ല വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.